Hi friends, welcome to my channel. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള ബ്രോക്കലി സൂപ്പാണ്. ഇതിൽ ഫ്രഷ് ക്രീം ഒന്നും ആഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇത് സൂപ്പർ ഹെൽത്തിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ഒരു കടായി സ്റ്റവിലേക്ക് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സെസമി ഓയിലും 1 ടേബിൾ സ്പൂൺ ചെറുതായി ചോപ്പ് ചെയ്ത് ഗാർലിക്കും ആഡ് ചെയ്യാം. അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച സവാളയും ആഡ് ചെയ്ത് നന്നായി സോട്ട് ചെയ്തെടുക്കുക. അണിയൻ ഒന്ന് സോഫ്റ്റായി വരുമ്പോൾ തന്നെ നമുക്ക് അതിലേക്ക് ഒരു 1.5 കപ്പ് ബ്രോക്കലി ഫ്ലോററ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ ടെൻഡറായിട്ടുള്ള ബ്രോക്കലിയുടെ സ്റ്റെമ്മ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി സോട്ട് ചെയ്യുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 6 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് 1.5 കപ്പ് വെള്ളം ആഡ് ചെയ്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്കൊരു മൂടി വെച്ച് അടച്ച് ബ്രോക്കലി സോഫ്റ്റ് ആവുന്നിടം വരെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ബ്രോക്കലിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഇത് തണുക്കാനായിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് ഇത് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ബ്ലെൻഡ് ചെയ്ത ബ്രോക്കലി നമുക്ക് നേരത്തെ എടുത്ത അതേ കടായിൽ ഒഴിച്ച് സ്റ്റവ് ഓൺ ചെയ്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ഒരു അരമണിക്കൂർ നേരം 1/4 കപ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച് ഒരു 10-12 കാഷ്യൂ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി ബ്ലെൻഡ് ചെയ്ത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. ഈ കാഷ്യൂ പേസ്റ്റ് നമുക്ക് നേരത്തെ ബ്ലെൻഡ് ചെയ്ത് ബ്രോക്കലിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമ്മുടെ സൂപ്പിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 നാരങ്ങയുടെ നീരും ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ സൂപ്പൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് നമുക്ക് നേരത്തെ മാറ്റി വെച്ച് കുറച്ച് കാഷ്യൂ പേസ്റ്റ് മേളിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചെറുതായി ചോപ്പ് ചെയ്ത് സ്പ്രിംഗ് ഓണിയനും ആഡ് ചെയ്ത് ഒരു ചെറിയ പീസ് കുക്ക് ചെയ്ത ബ്രോക്കലിയും ഇങ്ങനെ സെൻറ്ററിൽ വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഇപ്പം നമ്മുടെ യമ്മിയും ഹെൽത്തിയുമായിട്ടുള്ള ബ്രോക്കലി സൂപ്പ് ഇവിടെ തയ്യാറായി. ഇത് ചൂടോടെ തന്നെ കുടിക്കണം. അതിൻ്റെ ഒരു റിയൽ ടേസ്റ്റ് എൻജോയ് ആണെങ്കിൽ സൂപ്പൊക്കെ നമ്മൾ ചൂടായിട്ട് തന്നെ കുടിക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.